ഹലോ, അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ മുത്തുമണികളും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ പാവയ്ക്ക മെഴുക്കുവരട്ടിയുടെ ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പാവയ്ക്ക മെഴുക്കുവരട്ടിയെടുത്ത് ഒരു വലിയൊരു മടുപ്പാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഭയങ്കര കയ്പ്പല്ലേ, അതുകൊണ്ട് കഴിക്കത്തില്ല. എന്നാൽ നിങ്ങളിത് കണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. ഒട്ടും കയ്പ്പില്ലാത്ത രീതിയിലാണ് ഞാൻ ഈ പാവയ്ക്ക മെഴുക്കുവരട്ടി എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഞാൻ മെഴുക്കുവരട്ടി പല സ്ഥലങ്ങളിൽ ഇതിനെ ഉപ്പേരി എന്നാണ് പറയുന്നത്. മെഴുക്കുവരട്ടുന്നതിന് ഉപ്പേരി എന്നാണ് പറയുന്നത്. അപ്പം ഞാനിത് എങ്ങനെയാണ് കയ്പ്പില്ലാതെ ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം മുത്തുമണികളെ. അപ്പോൾ ഞാൻ അതിനായിട്ട് 2 പാവയ്ക്ക, നാടൻ പാവയ്ക്കയാണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. നല്ല ഒരു കുരുന്ന് പാവയ്ക്കായാണ്, നമ്മളിവിടെ തന്നെ ഉണ്ടായ പാവയ്ക്കായാണ്. അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊണ്ടുവരാം. കണ്ട ഇത്രയും അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. ചെറുതായിട്ട് നല്ല നൈസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്കൊരു കുറച്ച് ഉപ്പിട്ട് നല്ലതുപോലെ പുരട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ അതിന് പാകത്തിന് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ട് ഈ പാവയ്ക്കായിൽ മൊത്തത്തിലും അത് ഉപ്പ് പുരളണം. ആ രീതിയിൽ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പോൾ ഇതൊട്ടും കയ്പ്പില്ലാത്ത രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഈ പാവയ്ക്ക കഴിക്കും, ഇങ്ങനെ മെഴുക്കുവരട്ടി കഴിക്കും നിങ്ങൾ കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഉപ്പ് പുരണ്ടിട്ടുണ്ട്. ഞാനത് ഒരു ഊറ്റുപാത്രം, അരിപ്പ പോലത്തെ ഒരു എന്തോന്നുണ്ട്, അതിനകത്തോട്ട് ഞാൻ ഈ പൊടി അങ്ങനെ വാരി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെറിയൊരു കറിപ്പാത്രമാണ് എടുത്തിരിക്കുന്നത് കണ്ടോ. അതിനകത്തോട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ വെള്ളം ഒന്ന് ഇച്ചിരി ഒന്ന് ഇറക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ 2 സവാള പച്ചമുളക് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊണ്ടുവരാം. സവാള നല്ല നൈസായിട്ടാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പച്ചമുളകും. ഞാൻ എന്താ ചെയ്തത്, ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി വെച്ച് നമുക്ക് എണ്ണയൊഴിച്ച് കടുകെല്ലാം പൊട്ടിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇതൊരു പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ പാവയ്ക്ക മെഴുക്കുവരട്ടി മാത്രം കൂട്ടി നമുക്ക് ചോറുണ്ട് നല്ലതുപോലെ. എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തരണേ മുത്തുമണികളെ. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ മുത്തുമണികളെ. എനിക്ക് വേണ്ടി ഞാൻ നിങ്ങളെ തിരിച്ച് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ സവാളയും കൊച്ചുള്ളിയും കടുക് പൊട്ടി കറിവേപ്പിലയൊക്കെ ഇട്ട് ഞാൻ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം. എന്നാലും നമുക്കിനി പാവയ്ക്ക് ഇടുമ്പോഴും ഒന്നും കൂടെ വയന് കിട്ടും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ മതി കേട്ടോ. ഞാൻ ഇതാടാ പാവയ്ക്ക വെള്ളം അതിൻ്റെ ഊറ്റി വെച്ചതാണിത് കേട്ടോ. അപ്പോൾ നോക്കിക്കോ, ഇത്രയും അതിലത്തെ കയ്പ്പാണ്, അത്രയും കയ്പ്പ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് കയ്പ്പോടുകൂടി കഴിക്കണമെന്നാണ്. പാവയ്ക്കയുടെ ഫലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കയ്പ്പാണ്. അത് ചിലവർക്ക് പിടിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാം. അങ്ങനെ ഞാൻ ഈ പാവയ്ക്ക ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്ക, ഈ വയഞ്ഞ സവാള പച്ചമുളക് കറിവേപ്പില കടുകെല്ലാം പൊട്ടിച്ച അതിലോട്ട് തന്നെ ഞാൻ ഇതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് വഴറ്റുവാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ കണ്ടില്ലേ. നിങ്ങൾ എപ്പോഴും പാവയ്ക്ക് തന്നെ കറി വെച്ച് ചോറുണ്ണാനൊക്കെ നല്ല ടേസ്റ്റാണ്. കറികളൊന്നും വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, എന്നാലും തന്നെ ഇത് നല്ല ടേസ്റ്റായിട്ട് നിങ്ങൾക്ക് ചോറിൽ പുരട്ടി കഴിക്കാം. കയ്പ്പ് കാണത്തില്ല. കയ്പ്പോടുകൂടി കഴിക്കണമെന്നാണ് പാവയ്ക്ക. പക്ഷേങ്കിൽ നമ്മൾ അല്ലാതെ എടുക്കുന്ന രീതിയിൽ അത്രയൊന്നും കയ്പ്പ് കാണത്തില്ല. ഒരു ചെറിയ അത് നമ്മൾ ചോറിലിട്ട് പുരട്ടിയൊക്കെ കഴിക്കുമ്പോൾ കടയിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ പാവയ്ക്ക ഒക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ പാവയ്ക്ക കയ്പ്പില്ലാതെ എങ്ങനെ മെഴുക്ക് പുരട്ടി എടുക്കാം എന്നുള്ളൊരു എന്തോന്നാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പാവയ്ക്ക് ഉപ്പ് പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കണം കേട്ടോ. നമ്മളെ ജോലിയുടെ ഇടയ്ക്ക് അത് മാറ്റി അങ്ങ് വെച്ചേക്കണം അരിഞ്ഞിട്ട്, എന്നെങ്കിലേ അതിൻ്റെ കയ്പ്പ് മൊത്തവും ഇറങ്ങത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ പാവയ്ക്ക കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കാം കേട്ടോ മുത്തുമണികളെ. അസ്സലാമു അലൈക്കും.